ചിലരെ കണ്ടിട്ടില്ലേ, അവരുടെ പ്രിയപ്പെട്ട ആൾക്കാരുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. മെന്റലി അവർക്കൊരു അഡിക്ഷൻ ഉണ്ടാവും. അവരെ ഡെയിലി വിളിക്കണം, അവരുമായിട്ട് ഡെയിലി സംസാരിക്കണം, അവരുടെ കുറച്ചു നേരം അവരുടെ അടുത്ത് പോയിരിക്കണം. അവർ പറയുന്ന സ്നേഹവും അവരുടെ തലോടലുകളും ഒക്കെ ആവശ്യമാണ്. ഇല്ലെങ്കിലോ ഇവർ വല്ലാണ്ട് വയലന്റ് ആവും, വല്ലാണ്ട് ദേഷ്യപ്പെടും. പലപ്പോഴും ഈ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരോടായിരിക്കും പലപ്പോഴും ഇവർ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. ഇത് മറ്റൊന്നുമല്ല, സ്വയം നമ്മൾ ചിലരോടുള്ള അമിതമായിട്ടുള്ള അഡിക്ഷൻ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ അഡിക്ഷൻ ഉണ്ടാക്കുന്നത് പലപ്പോഴും നിങ്ങൾക്കും ഗുണകരമല്ല, നിങ്ങൾ ആരുടെ അടുത്താണോ അഡിക്റ്റ് ആയിരിക്കുന്നത് അവർക്കും ഗുണകരമല്ല. പെട്ടെന്ന് അവരോട് ദേഷ്യപ്പെടുന്നതിനോ അവരോട് വയലന്റ് ആയിട്ട് പെരുമാറുന്നതിനോ, നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരോട് തന്നെ നിങ്ങൾക്ക് വെറുപ്പ് വരുന്നതിനോ കാരണമാകും. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസിൽ നിൽക്കുന്നത് തന്നെയാണ്. എപ്പോഴും നമ്മൾ മറ്റു ചിലരുടെ അവിടെ കൂടുതൽ അഡിക്ഷനായി പോകുന്നത് ഏത് സാഹചര്യത്തിലാണ്? നിങ്ങൾ അമിതമായിട്ട് ടെൻഷൻ ഉള്ളവരാണെങ്കിലോ മനസ്സിന് ആത്മബലം ഇല്ലാത്തവരാണെങ്കിലോ നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യും. അവർ പറയുന്നത് കേൾക്കാനായിരിക്കും നമുക്കിഷ്ടം. അവരുടെ സ്നേഹം നമുക്ക് എപ്പോഴും വേണം. അവരോട് ദിവസത്തിൽ 2 നേരമെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് വല്ലാണ്ട് വെപ്രാളമാണ്. അവർ ഫോൺ ചെയ്തില്ലെങ്കിൽ നമുക്ക് വിഷമമാണ്. അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് പിന്നെ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും. ഈ പ്രശ്നമെല്ലാം മറികടന്ന് നമ്മൾ ആരോടും അഡിക്റ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തത്, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ കൃത്യമായി എൻഗേജ്ഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ ഇല്ലെങ്കിൽ പഠനത്തിലായിക്കോട്ടെ, നിങ്ങൾ കൃത്യമായി എൻഗേജ്ഡ് ആയിരിക്കുക. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് എന്ന് സ്വയം തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. നിങ്ങൾ ഒരാളോട് അമിതമായിട്ട് സ്നേഹത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഏതുതരം അടിമത്തവും ആരോഗ്യകരം അല്ലല്ലോ. അതുകൊണ്ട് സ്വയം ഒരു പേഴ്സണൽ ആയിട്ടുള്ള സ്പേസ് എടുക്കുക. അവരോട് ഒരു സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അവരോട് നിങ്ങൾ മിണ്ടാതിരിക്കണമെന്നോ ദൂരെ പോകണമെന്നോ അല്ല കേട്ടോ. അവരോട് തന്നെ പറഞ്ഞിട്ട് ഒരു ചെറിയ ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കുക. അതായത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാർക്കും ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവർക്ക് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. നിങ്ങളെ ആശ്വസിപ്പിക്കൽ മാത്രമല്ല അവരുടെ ജോലി എന്നുള്ളത് നിങ്ങൾ പ്രധാനമായിട്ടും തിരിച്ചറിയുക. അവരെ അവരുടെ വർക്ക് ചെയ്യാൻ അനുവദിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ വർക്കിലും കൂടുതൽ എൻഗേജ്ഡ് ആകുക. കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യാനായിട്ട് നോക്കുക. അമിതമായിട്ട് ടെൻഷൻ ആകുകയാണെങ്കിൽ അത് ഓവർകം ചെയ്യാനായി വ്യായാമം ചെയ്യുക. ഒരേ സമയം ഒരാളല്ലാതെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി കൂടുതൽ മിങ്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം നമുക്ക് ഒരാളോടുള്ള അമിതമായിട്ടുള്ള അടിമത്തിൽ നിന്ന്, അഡിക്ഷൻ നിന്ന് പിന്തിരിയാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ യുവത്വത്തിൽ ഒരുപാട് പേർക്ക് ഇന്ന് ഈ ഒരു പ്രോബ്ലം ഉണ്ട്. അവരുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.